ഏലത്തിൻ്റെ വില നിശ്ചയിക്കപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അണ്ണൻ പറയും. പേരിനണ്ണ? ബിബിൻ. ഒന്ന് പറഞ്ഞേ. എൻ്റെ പേര് ബിബിൻ. നിറപ്പേക്കടയാണ് സ്ഥലം. ഞങ്ങൾ ആർണസ് സ്പൈസസ് എന്ന ഓപ്ഷൻ കമ്പനിയുടെ അവിടുന്ന്. ഇത് സത്യത്തിൽ ഓൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏലത്തിൻ്റെ എല്ലാ വിലയും നിശ്ചയിക്കപ്പെടുന്ന ഒരു സംഭരണമാണ് സ്പൈസസ് ബോർഡ് തന്നെ അംഗീകരിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രേഡിനും ഓരോ റേറ്റ് വ്യത്യാസങ്ങളാണ്. ഇവിടെ നിന്നാണ് ഓരോ പർച്ചേസ് ചെയ്തിട്ട് എക്സ്പോർട്ടായിട്ടും ഇമ്പോർട്ടായിട്ടും കയറിപ്പോകുന്നത്. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ ബേസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്നത് നമ്മുടെ ഇവിടെ നിന്നുള്ള ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരും തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ എക്സ്പോർട്ട് ബേസ് ആണെങ്കിലും ഇവിടെ നിന്നാണ് വില നിശ്ചയിച്ച് ഓരോ റേറ്റിനും ഓരോ ഗ്രേഡിനും ഓരോ റേറ്റ് അനുസരിച്ച് കയറി പോകുന്നത്. എത്ര ടൈപ്പ് വില വരെ ഇവിടെ നടക്കാറുണ്ട്? ഇവിടെ ഇപ്പം ഓരോ ഗ്രേഡ് വ്യത്യാസത്തിലാണ്. ഇപ്പോൾ ഏറ്റവും വലിയ ഗ്രേഡ് എന്ന് പറയുന്നത് 8.5 ആണ്. അതിന് 4000, 4500 രൂപ റേറ്റ് തന്നെ. അതിന് മേളിലോട്ട് പ്ലസ് ആയിട്ടാണ് കയറി പോകുന്നത്. ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി. ഏറ്റവും കുറഞ്ഞത് എത്ര വരെ വരും? ഏറ്റവും കുറഞ്ഞത് 2200 രൂപ, 250 രൂപ റേഞ്ച് വരെ ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ റിജക്ഷൻ ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വ്യത്യാസമായിട്ടുള്ള ചൊറി ഐറ്റംസ് എല്ലാം വരുന്നത്. അതാണ് ഏറ്റവും ഒരു റേഞ്ചിൽ. ഇപ്പം റിജക്ഷൻ ടൈപ്പ് ആണെങ്കിൽ പോലും ഇപ്പോൾ 2200 രൂപ, 2300 രൂപ, 2400 രൂപ പ്ലസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി നല്ല ഒരു പ്ലാന്റർ എന്ന് പറയുന്നത് അയാളുടെ അധ്വാനത്തിൻ്റെ ഫലം ഒരു 2000 രൂപ ആവറേജ് ആണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ റേഞ്ചിൽ വരുന്നത് 2300, 2400, 2500 രൂപ റേഞ്ചിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് കർഷകർക്ക് അപ്പം തന്നെ വില കൊടുക്കണം? അതെ, കർഷകർക്ക് നമുക്ക് സ്പൈസസ് ബോർഡ് അംഗീകരിച്ചിട്ടുള്ള 13 ദിവസത്തെ പേയ്മെൻറ്റ് ബേസിലാണ് നമുക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആവറേജ് നമുക്കൊരു കർഷകന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 3100 രൂപ, 3200 രൂപയാണ് വില കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 2026 ഏഴാം മാസം കിട്ടിക്കുന്നത്. 2026 ഏഴാം മാസത്തിൽ ഇപ്പോൾ ഇന്നത്തെ ഓപ്ഷനിൽ ഒരു പ്ലാന്റർക്ക് ഇന്ന് 3543 രൂപ കിട്ടി. ഏറ്റവും ടോപ്പ് റേറ്റ് 3543 രൂപയാണ് ഒരു കർഷകൻ നിന്ന് കിട്ടിയത്. അതെ.